നിയമവ്യവസ്ഥയും ഭരണകൂടത്തെയും വെല്ലുവിളിച്ച് ക്രിമിനൽ അർജുൻ ആയങ്കി പോലീസ് പിടിയിൽ. കേരള പോലീസാണ് ഒടുവിൽ അതിസാഹസികമായിട്ട് വല വീശിയിരിക്കുന്നത്. ഒളിവിൽ കഴിഞ്ഞ ആയങ്കിയെ പ്രത്യേക അന്വേഷണ സംഘം സാഹസികമായിട്ട് പിടികൂടി. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും പരസ്യമായിട്ട് പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ക്രിമിനലിന്റെ അഹങ്കാരത്തിനാണ് ചെന്നിത്തലയുടെ പോലീസ് ഇപ്പോൾ അന്ത്യം കുറിച്ചിരിക്കുന്നത്. വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടില്ല, റൌഡികൾ പലതും പറയും, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലീസിന് നന്നായി അറിയാം എന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന കഴിഞ്ഞതിന് ശേഷമാണ് അന്വേഷണം കൂടുതൽ ഊർജിതമായത്. രാഷ്ട്രീയ സ്വാധീനത്തിന്റെയോ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സിന്റെയോ ബലത്തിൽ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയ ക്രിമിനലുകൾക്ക് മുകളിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പുലിപ്പതുങ്ങളോടെയാണ് ചാടി വീണത്. ശക്തനായ ഒരു ആഭ്യന്തരമന്ത്രി ഭരിക്കുമ്പോൾ ഗുണ്ടകൾക്ക് ഈ നാട്ടിൽ ഒളിക്കാൻ ഒരിടവും ഉണ്ടാകില്ല എന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഈ ഒരു അതിസാഹസികമായിട്ടുള്ള അറസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫോൺ ഉപേക്ഷിച്ചും വാഹനങ്ങൾ നിരന്തരം മാറ്റിയും പോലീസിനെ വെട്ടിക്കാൻ നോക്കിയ അയങ്കിയുടെ എല്ലാ അടവുകളും ചെന്നിത്തലയുടെ സൈബർ സ്ക്വാഡിന് മുന്നിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഒരു കമാൻഡോ ഓപ്പറേഷന്റെ വേഗതയോടെയാണ് അയങ്കിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അർജുൻ അയങ്കിയുടെ അറസ്റ്റിന് പിന്നിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേരിട്ടുള്ള തന്ത്രങ്ങളും നിരീക്ഷണവും ഉണ്ടായിരുന്നു. പ്രതി ഓരോ തവണയും പോലീസിനെ വെല്ലുവിളിച്ചപ്പോൾ അന്വേഷണ പുരോഗതി മന്ത്രി ഓരോ മണിക്കൂറിലും വിലയിരുത്തിയിരുന്നു. എന്ത് വില കൊടുത്തും പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ചെന്നിത്തലയുടെ കർശന ഉത്തരവാണ് പോലീസിന് അതിവേഗത്തിൽ നീങ്ങാനുള്ള ഇന്ധനമായത്. പോലീസിനെ വഴിതിരിച്ചു വിടാൻ തന്റെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് കൂട്ടാളികളെ ഏൽപ്പിക്കുകയാണ് അർജുൻ അയങ്കി ചെയ്തിരുന്നത്. എന്നാൽ ഈ തന്ത്രം മുൻകൂട്ടി പ്രവചിച്ച ചെന്നിത്തലയുടെ സ്പെഷ്യൽ സൈബർ വിങ് പ്രതിയുടെ അടുത്ത കൂട്ടാളികളെയും ബന്ധുക്കളെയും ഫോൺ കോളുകൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒടുവിലാണ് അർജുൻ അയങ്കിയെ പോലീസ് പിടികൂടുന്നത്. എന്തായാലും സാഹസികമായിട്ടുള്ള ഒരു നീക്കം കൂടിയായിരുന്നു. വെല്ലുവിളിക്കുന്നു, ഇൻസ്റ്റഗ്രാമിൽ റീൽ ഇടുന്നു, സ്റ്റോറി ഇടുന്നു, അങ്ങനെ ആകെ മൊത്തത്തിൽ നിയമവ്യവസ്ഥയും ഭരണകൂടത്തെയും ചെന്നിത്തലയും വലിയ രീതിയിൽ തന്നെ വെല്ലുവിളിച്ച അയങ്കിക്ക് അവസാനം ഇപ്പോൾ ഇതാ കേരള പോലീസിന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്, തല കുനിക്കേണ്ടി വന്നിരിക്കുകയാണ്. അല്ലടോ, ഞാൻ തന്നോട് പറഞ്ഞു ഞാൻ കീഴടങ്ങാനാണ് ഉദ്ദേശം. ഹൈക്കോടതി ഇതെല്ലാം തള്ളിയല്ല, ഞാൻ ഹാജരായി അതിൻ്റെ കാര്യങ്ങൾ നേരിടാം എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ കീഴടങ്ങാൻ ഉദ്ദേശമുള്ള ഒരുത്തനാണ് നിങ്ങൾ അവൻ്റെ സുഹൃത്തുക്കളെ ലൊക്കേഷൻ നോക്കിയിട്ട് പോയിട്ട് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ നിൻ്റെ പേര് പറഞ്ഞപ്പോൾ നീ അടുത്ത CI ആണെന്നാണ്, ഊന്നുകൽ സ്റ്റേഷനിലെ CI ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. ഇനി അതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിന്നോട് കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടും എനിക്കെന്നെ വന്ന് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്കും. നീ ഇനി വന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഏതായാലും ഹൈക്കോടതിയിൽ ഞാൻ നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിന് മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. മര്യാദയ്ക്ക് കീഴടങ്ങാന്ന് പറഞ്ഞ ഒരുത്തനാ വെറുതെ ചൊറിഞ്ഞിട്ട് നിൻ്റെ സഹപ്രവർത്തകൻ നിൻ്റെ ആളായിരിക്കും CI. എന്നെ വേണ്ടാത്ത കേസിലേ, അനാവശ്യമായിട്ടൊരു കേസിലേ എന്നെ എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ടുപോയി 21 ദിവസം ജയിലിൽ കിടത്തിയ ആൾ നിൻ്റെ ആളായിരിക്കും. അപ്പോൾ അവന് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുള്ളൂ. കൊടുക്കേണ്ടത് കൊടുത്തിട്ടുമില്ല ഇതുവരെ. അത് കൊടുക്കും, അത് സമയമാകുമ്പോൾ ഞാൻ കൊടുക്കും. അപ്പോൾ എനിക്ക് അത്രത്തോളം അവനോട് ആത്മാർത്ഥത ഉണ്ടായിട്ടാണ് നീ എന്നെ പിടിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളെ ലൊക്കേഷനും എടുത്തിട്ട് അവരുടെയൊക്കെ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് പിടിക്കാൻ വേണ്ടി പറ്റുമെന്ന് നീ പിടിക്കും. ഇനി ഞാനും അതേ സെറ്റപ്പ് തന്നെ. ഞാൻ മര്യാദയ്ക്ക് അതിനോട് പറഞ്ഞു കീഴടങ്ങുമല്ല ഹാജരാവാം. കീഴടങ്ങുന്നുള്ളൊരു ഒരു പദപ്രയോഗം. ഹാജരാവാം ഞാൻ മര്യാദയ്ക്ക് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്നെ പിടിച്ചേ മതിയാവുന്നുണ്ടെങ്കിൽ നീ പിടിക്കും. നീ എന്നെ കൊണ്ട് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റും, നീ പിടിക്കും. ഞാനിത് കുറച്ച് കാലമായി ഞാൻ പോലീസുകാർ കാണുന്നത് തുടങ്ങിയിട്ട്. നിൻ്റെ ബുദ്ധിക്കനുസരിച്ച് എനിക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റും, നീ പിടിക്കും. ഞാൻ ഈ കീഴടങ്ങുന്നില്ല, ഹാജരാകുന്നില്ല. ഒരു അല്പമെങ്കിലും മാന്യമായിട്ട് കൈകാര്യം ചെയ്യടാ. കാക്കി കുപ്പായി വിട്ടിട്ട് കുറച്ച് ആൾക്കാർ ജീവൻ നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരാളൊരു വികാരപ്രകടനം നടത്തിയതിന് എനിക്ക് സഹപ്രവർത്തനമുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ട് വരിഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ നീയും അതേ സ്വഭാവത്തിനാണ്. നീയും ആ കാക്കി യൂണിഫോം ഇടാൻ വേണ്ടി അർഹനല്ല എന്നതിൻ്റെ അർത്ഥം കേട്ടാ. എന്തായാലും നിലവിൽ ഇപ്പോൾ അർജുൻ അയങ്കിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു രീതിയിലായിരിക്കും നീക്കങ്ങൾ നടക്കുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം ഒരു നിയമവ്യവസ്ഥയെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെ, ഒരു മന്ത്രിയെ ഇൻസ്റ്റഗ്രാം റീലിലൂടെ വെല്ലുവിളിക്കുക, പിന്നീട് എന്നെ ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിടികൂടൂ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം അഹങ്കാരമാണെന്ന് ഓരോ മലയാളികൾക്കും അറിയാം. എന്തായാലും നിയമത്തിന്
കോടതിന് മുന്നിൽ ഇപ്പോൾ അർജുൻ അയങ്കി മുട്ടുമടക്കിയിരിക്കുകയാണ്, കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. എന്തായാലും അർജുൻ അയങ്കി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇനി നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്, കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് ചെന്നിത്തലയുടെ പോലീസ് ഒരുങ്ങുന്നത്. ഒരു കാലത്ത് CPM-ന് നിരന്തരം തലവേദന സൃഷ്ടിച്ച കൊട്ടേഷൻ സംഘമായിരുന്നു അർജുൻ അയങ്കി എന്ന് പറയുന്നത്. ഈ പേര് പതിവായി കേൾക്കാൻ തുടങ്ങിയത് രാമനാട്ടുകര സ്വർണം പൊട്ടിക്കൽ കേസിന് പിന്നാലെയായിരുന്നു. കണ്ണൂർ അഴീക്കോട് കപ്പക്കടവ് സ്വദേശിയായ അർജുൻ അയങ്കി വെല്ലുവിളികളിലൂടെ സാമൂഹിക മാധ്യമ ലോകത്തും വൻ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. നിയമത്തെ വെല്ലുവിളിച്ച അർജുൻ അയങ്കിയുടെ ഗുണ്ടായിസം പണ്ട് മുതലേ എല്ലാവർക്കും അറിയായിരുന്നു. എന്നാൽ ചില ആളുകളുടെ പിൻബലത്താൽ ഇത്രയും നാൾ സുഖിച്ചു ജീവിച്ചു. ഇനി അങ്ങനെ കഴിയില്ല. 2021 രാമനാട്ടുകരയിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലുണ്ടായ ഒരു അപകടം ആയിരുന്നു പിന്നീട് ഏറ്റവും വലിയ ഒരു ചർച്ചയായി മാറിയത്. 5 പേർ മരിച്ച അപകടം സ്വർണ്ണക്കടത്ത് സംഘവും സ്വർണം പൊട്ടിക്കൽ സംഘവും തമ്മിലുള്ള ചേസിംഗിനിടയിലായിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണം തട്ടാനെത്തിയ സംഘത്തിലായിരുന്നു അർജുൻ അയങ്കി ഉണ്ടായിരുന്നത്. കണ്ണൂർ പെരിങ്ങോത്തെ പാർട്ടി ഗ്രാമത്തിൽ ഒളിവിൽ കഴിയുമ്പോഴായിരുന്നു അയങ്കിയെ ആ കേസിൽ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ജാമ്യത്തിലിറങ്ങി. ഈ കേസോടെ അർജുൻ അയങ്കി കുപ്രസിദ്ധ നേടി. വിദേശത്ത് നിന്നും കരിയർമാരെ നിയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് സ്വർണം കടത്തൽ, മറ്റ് കള്ളക്കടത്തുകാരുടെ സ്വർണം മോഷ്ടിക്കൽ, സ്വർണം നഷ്ടപ്പെട്ടവരുമായിട്ട് വിലപേശൽ തുടങ്ങിയവയാണ് അർജുന്റെ സ്ഥിരം രീതികളിൽ ഒന്നായിരുന്നു കേസ് അന്വേഷിച്ച കസ്റ്റംസിന്റെ കണ്ടെത്തൽ. 2021 പിടിയിലാകുന്നത് വരെ 6 കോടിയുടെ സ്വർണം തട്ടിയെടുത്ത് എന്നാണ് കണ്ടെത്തൽ. സ്വർണം തട്ടിയെടുക്കൽ, പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായിട്ടുള്ള കൊടിസുനി, മുഹമ്മദ് ഷാഫി എന്നിവരുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് കരിപ്പൂർ കസ്റ്റംസിന് അർജുൻ അയങ്കി മൊഴി നൽകിയിരുന്നു. CPM ബന്ധവും കൊട്ടേഷൻ പ്രവർത്തനങ്ങളുമായിരുന്നു അർജുൻ നിരന്തരം വാർത്തകളിൽ ഇടം പിടിക്കാൻ കാരണമായത്. DYFI അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അർജുൻ അയങ്കി. കണ്ണൂരിലെ ചാലാട് കേന്ദ്രീകരിച്ച് അക്രമങ്ങൾ നടത്തിയിരുന്നു. ലീഗ് BJP പ്രവർത്തകരുമായിട്ടുള്ള CPM അക്രമങ്ങളിലും പലപ്പോഴും ഉയർന്നു കേട്ടത് അയങ്കിയുടെ പേരായിരുന്നു. പാർട്ടിയുടെ തണൽ ഉപയോഗിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായതോടെ അയങ്കി വളർന്നു വന്ന പ്രസ്ഥാനം തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു. DYFIക്കും CPM-നും ഒരു ബന്ധവുമില്ല എന്ന് നേതാക്കൾ നിലപാടെടുത്തതോടെ പാർട്ടിക്ക് പുറത്തായി. എങ്കിലും അയങ്കി തന്റെ CPM സ്നേഹം മറച്ചുവെക്കാതെയാണ് മുന്നോട്ട് പോയത്. സൈബർ സഖാവായിട്ട് നവമാധ്യമങ്ങളിലൂടെ അർജുൻ CPM-കാരനായിട്ട് തുടർന്നു. ഇത് DYFIക്കും CPM-നും വലിയ തലവേദനയായി മാറുകയും ചെയ്തു. P ജയരാജനെ ഉയർത്തിക്കാട്ടി ഉണ്ടാക്കിയ PJ ആർമി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലും അർജുൻ അയങ്കിയും ആകാശ് തില്ലങ്കേരിയും അംഗമായിരുന്നു. പാർട്ടി ബന്ധത്തിന്റെ തണലിലും സാമൂഹിക മാധ്യമങ്ങളിലെ സ്വാധീനത്തിലുമാണ് അർജുൻ ഓപ്പറേഷനുകൾ ആസൂത്രണം ചെയ്തിരുന്നത് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘങ്ങൾ ഉള്ളത്. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ, വധശ്രമം, മോഷണം, ഭീഷണി തുടങ്ങിയവയാണ് അർജുൻ അയങ്കിക്കെതിരെയുള്ള കേസുകൾ. 2023 പാലക്കാട് മീനാക്ഷിപുരത്ത് നിന്ന് സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി 75 പവൻ കവർന്ന സംഭവത്തിന് പിന്നിലും ഇയാളായിരുന്നു. 2022 അയങ്കിയെ കാപ്പ ചുമത്തി കണ്ണൂരിന് പുറത്തേക്ക് നാട് കടത്തിയിരുന്നുവെങ്കിലും പിന്നീട് കാപ്പ റദ്ദാക്കപ്പെട്ടു. ഭീഷണികളാണ് അയങ്കിയുടെ സ്ഥിരം ശീലം. അതാണ് സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടത്. എന്തായാലും സാമൂഹിക പ്രൊഫൈലുകളിലൂടെ ഭീഷണികൾ പതിവായിട്ട് ഉയർത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ ഭരണകൂടത്തിനെതിരെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നടത്തുകയും ധൈര്യമുണ്ടെങ്കിൽ പിടികൂടൂ എന്ന് പറയുകയും കൂടി ചെയ്ത ആ ഒരു സന്ദേശവും മൊഴിയും ഉൾപ്പെടെ ഇൻസ്റ്റഗ്രാമിലൂടെ താൻ പങ്കുവച്ചിരുന്നു. അങ്ങനെ പ്രകോപിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഊർജിതമാക്കിയത് പോലീസ്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഇപ്പോൾ അർജുൻ അയങ്കിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. നിയമ നടപടികൾ ആയിട്ട് മുന്നോട്ട് പോകും. എന്തായാലും കർശനമായിട്ടുള്ള നടപടികളായിരിക്കും അർജുൻ അയങ്കിക്കെതിരെ എടുക്കാൻ പോകുന്നത്.